മോളെ ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കിടും. നീങ്ങന്ന് മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി ഇല്ല നിനക്കെന്ന് സത്യം കൊണ്ട് കഴിയുകയും ചെയ്യും. അമ്മൂമ്മമാരും എല്ലാം മാരാരെയാണ് വിശ്വസിച്ചിരുന്നത്. മാരാർ എന്ത് പറഞ്ഞാലും സത്യമാണ്, നമ്മുടെ മോൻ ചെറുക്കനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനം ഉണ്ടല്ലോ, ഒരു മോൻ നമ്മുടെ മോനാണ്, നമ്മുടെ മോൻ ചെറുക്കനാണ്. ആ ഒരു സ്ഥാനം നിലനിർത്തുമ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മാരാർ തീർച്ചയായിട്ടും അസൂയയുടെ വിത്തുകൾ അനീഷിൽ കണ്ടു. തീർച്ചയായിട്ടും അനീഷിനെ പോലുള്ള ഒരു വിന്നർ ജയിച്ചു വന്നാൽ മാരാറേക്കാളും വിദ്യാഭ്യാസവും മാരാറേക്കാളും കാര്യപ്രാപ്തിയും മാരാറേക്കാളും സൗമ്യനും ശാന്തനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പുഞ്ചിരിയുള്ള ഒരു ദേഷ്യപ്പെടാത്ത ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം പുറത്തിറങ്ങി സംസാരിച്ചു കഴിഞ്ഞാൽ അഖിൽ മാരാറിന്റെ ചീട്ട് കീറി അഖിൽ മാരാർ ഒന്നും അല്ലാണ്ടാവും എന്ന് മനസ്സിലാക്കി വളരെ ബുദ്ധിപൂർവ്വം വളരെ കൃത്യമായിട്ട് അഖിൽ മാരാർ അവിടെ ഈ പറഞ്ഞ കോമണർ കാർഡ് പൊളിക്കാനായിട്ട് പലപ്പോഴും ശ്രമിച്ചു. അഖിൽ മാരാർ പറഞ്ഞു അയാൾ ഏഷ്യാനെറ്റിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്, മറ്റേ പരിപാടി അവതരിപ്പിച്ചത് ഇവൻ കോമണർ അല്ല, ശരിക്കും കോമണറാണ്. ഏഷ്യാനെറ്റിൽ അവിടെ പരിപാടി അവതരിപ്പിച്ചത് ഓഡിയൻസ് ആയിട്ടാണ് വന്നതെന്ന് നമുക്കെല്ലാം അറിയാം. ഒരുപാട് കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ അഖിൽ മാരാറിൻ്റെയും റോബിൻ്റെ ഒക്കെ പ്രൊഫൈലിൽ പോയി എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ചോദിച്ച് 2023 2024 ഈ പറഞ്ഞ അനീഷ് നടന്നത് നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷേ ഇവരാരും ഇത് മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് ലാസ്റ്റ് അവസാന സമയങ്ങളിലാണ് പറഞ്ഞത് ഇന്നതുപോലെ വന്നായിരുന്നു. പക്ഷേ കടുത്ത അസൂയയും അനീഷ് വളർന്നു വന്നാൽ തീർച്ചയായിട്ടും അഖിൽ മാരാറിന്റെ മുകളിൽ പോകുന്നുള്ള പേടി കാരണം അനുമോൾക്ക് സപ്പോർട്ട് കൊടുക്കുകയും അനുമോളിൽ ജയിച്ചു കഴിഞ്ഞാൽ അനുമോളിലോട്ട് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അനീഷ് അപ്രസക്തമാവും എന്ന് എല്ലാവരും ചിന്തിച്ചതുപോലെ ഞാനും ചിന്തിച്ചതുപോലെ മാരാറും ചിന്തിച്ചു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. കാരണം അർഹതപ്പെട്ടത് കിട്ടാതെ വന്നാൽ ജനങ്ങൾ പ്രതികരിക്കും. അതിനിപ്പോൾ വലിയ സൗമ്യ കേസോ അല്ലെ വലിയ കൊലപാതകങ്ങളോ നാടിനെ നടക്കുന്ന സംഭവങ്ങളാണെങ്കിൽ ആ രീതിയിൽ ജസ്റ്റിസ് ഫോർ ഇന്നത് ഇത് ചെറിയൊരു ബിഗ് ബോസ് ആണെങ്കിൽ ആ ഒരു വികാരം, ആ ഒരു ദേഷ്യം, ചെറിയൊരു അതൊരു പോസ്റ്റായിട്ട് പോലും അറിയാൻ പറ്റും. കാരണം ഞാൻ ആ സമയത്ത് ഇടുന്ന ഓരോ പോസ്റ്റിനും ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ലക്ഷക്കണക്കിന് വ്യൂസും ലൈക്കും കമന്റുകളും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലൈക്കോ കമന്റോ ചെയ്യേണ്ടാന്ന് ഉദ്ദേശിക്കുന്ന പോസ്റ്റിന് ഞാൻ തന്നെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുന്നു. കാരണം ഏതോ ഒരു പോസ്റ്റ് അനീഷിന് അനുകൂലമായിട്ട് അനീഷിനാണ് കപ്പിന് യോഗ്യത, ഞാൻ ലൈക്ക് ചെയ്യുന്നു, ഞാൻ ഷെയർ ചെയ്യുന്നു, ഞാൻ കമന്റ് അടിക്കുന്നു. കാരണം എൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ദേഷ്യം അനീഷിനായിരുന്നല്ലോ കിട്ടേണ്ടത്. അപ്പോൾ എന്താണോ സോഷ്യൽ മീഡിയയിൽ കണ്ട ആ ട്രെൻഡ് അത് അതുപോലെ സംഭവിച്ചു. അനീഷിന് കിട്ടേണ്ടത് കിട്ടി, കിട്ടാനുള്ള യോഗ്യത കിട്ടി. ഇനി അഖിൽ മാരാറിനല്ല, ആര് വിചാരിച്ചാലും അനീഷിന് കിട്ടാനുള്ള ആ സാധനം കിട്ടി. അങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന അനീഷിനെയും നെഗറ്റീവിന്റെ പടുകളത്തിലോട്ട് വീഴുന്ന അനുമോളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും അനുമോളെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ആക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ശൈത്യ അല്ലെങ്കിൽ ബിന്നി അതുപോലുള്ള കുറേ ആൾക്കാർ തുടർച്ചയായിട്ട് വീഡിയോകളിട്ട് തുടർച്ചയായി ഇവരുടെ ആദില നൂറമാരുടെ കുത്ത് ഇത്തരം വീഡിയോകളെല്ലാം അനുമോളെ കുറച്ച് പോസിറ്റീവാക്കി. മാത്രമല്ല അനുമോൾ ഈ പറഞ്ഞ കണക്ക് അനുമോളും പോസിറ്റീവായി. അനുമോൾ ഇപ്പോൾ പറയുകയാണ് ഞാൻ PR കൊടുത്തു, എന്താ പ്രശ്നം, PR കൊണ്ട് ജയിച്ചാൽ എന്താ പ്രശ്നം? ആ രീതിയിലുള്ള ഒരു മൈൻഡ് അനുമോൾക്ക് വന്നതോടുകൂടി അനുമോൾ പോസിറ്റീവായി. അനീഷ് നമ്മൾ വിചാരിച്ചതിനപ്പുറം, അതായത് ബിഗ് ബോസിൽ അനീതി നഷ്ടപ്പെട്ട രജിത് കുമാർ സാറ്, റോബിൻ, അതേ ശ്രേണിയിലേക്ക് തീർച്ചയായിട്ടും അനീഷ് ഉയർന്നു വന്നു.